Dear students, welcome to my channel at your classroom. എൻ്റെ ഈ ചാനലിൽ ഇംഗ്ലീഷ് ലെസൺസ് മലയാളത്തിലേക്ക് ട്രാൻസ്ലേഷനും എക്സ്പ്ലനേഷനും ഒക്കെ ചെയ്യുന്ന ഒരു ചാനലാണ്. ഓക്കെ, അപ്പോൾ ഇത് നല്ലോണം കേട്ട് മനസ്സിലാക്കി പഠിക്കുക. സോ വൺസ് അഗെയിൻ വെൽക്കം ടു മൈ ചാനൽ at your classroom. കേരള ഇംഗ്ലീഷ് റീഡർ സ്റ്റാൻഡേർഡ് 4 പാർട്ട് 2 ഈ ടെക്സ്റ്റ് ബുക്കിലെ 4th യൂണിറ്റ് ദ ലോസ്റ്റ് ചൈൽഡ് എന്ന ലെസണിൽ 6 ഭാഗങ്ങളായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് ദ സമ്മർ ഫെയർ, രണ്ടാമത്തേത് എ സ്വീറ്റ് സെല്ലർ, പിന്നെ കളേഴ്സ് ഫാർ അവേ, നാലാമത്തേത് ക്രൈസ് അൺഹേർഡ്, 5 എ സോബ്, ആറാമത്തേത് ഹെൽപ്പിംഗ് ഹാൻഡ്. അപ്പോൾ ഇത്രയും ഭാഗങ്ങളായിട്ടാണ് ഈ ലെസൺ ഡിവൈഡ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഈ ലെസണിലേക്ക് കടക്കാം. അപ്പോൾ ഈ ലെസന്റെ ആദ്യ ഭാഗമായ സമ്മർ ഫെയറിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വായിക്കാം. ഇറ്റ് വാസ് എ സമ്മർ ഫെയർ. ഇതൊരു വേനൽക്കാലത്ത് വരുന്ന ഒരു എക്സിബിഷൻ ആയിരുന്നു. പീപ്പിൾ വാക്ക്ഡ് ടു ദ ഫെയർ ഗ്രൗണ്ട് ത്രൂ നാരോ ലെയിൻ. അങ്ങനെ ആൾക്കാരൊക്കെ ഈ എക്സിബിഷൻ നടക്കുന്ന മൈതാനത്തേക്ക് വളരെ ഇടുക്കമായ വഴികളിലൂടെയൊക്കെ ഇടവഴികളിലൂടെയൊക്കെ നടന്നു വരാൻ തുടങ്ങി. സം ഓഫ് ദം വാക്ക്ഡ് ആൻഡ് സം റോഡ് ഓൺ ഹോഴ്സസ്. ചിലരൊക്കെ നടന്നാണ് വന്നത്, ചിലർ കുതിരപ്പുറത്ത് വന്നു. സം അതേഴ്സ് കെയിം ഓൺ ബുള്ളറ്റ് കാർട്സ്. വേറെ ചിലരോ കാളവണ്ടിയിൽ വന്നു. എ ലിറ്റിൽ ബോയ് റാൻ അറൌണ്ട് ഹിസ് ഫാദർ. ഹി വാസ് ഫാസിനേറ്റഡ് ബൈ ടോയ്സ് ആൻഡ് സ്റ്റോപ്ഡ് ടു ഹാവ് എ ക്ലോസ് ലുക്ക് അറ്റ് ദം. അങ്ങനൊരു ചെറിയ കുട്ടി ഉണ്ടായിരുന്നു, ഒരു ആൺകുട്ടി ആ എക്സിബിഷന് വന്നിരുന്നു. അവനങ്ങനെ അച്ഛനെ ചുറ്റും ഇങ്ങനെ തുള്ളിച്ചാടിയൊക്കെ സന്തോഷത്തോടെ നടക്കുകയാണ്. ഹി വാസ് ഫാസിനേറ്റഡ് ബൈ ടോയ്സ് ആൻഡ് സ്റ്റോപ്പ് ടു ഹാവ് എ ക്ലോസ് ലുക്ക് അറ്റ് ദം. അപ്പോൾ അവൻ അങ്ങനെ ഈ ടോയ്സ് ഒക്കെ കണ്ട് ആകർഷകമായി ഇഷ്ടപ്പെട്ടിട്ട് അവൻ എന്ത് ചെയ്തു, ആ ടോയ്സ് ഒക്കെ ഒന്ന് അടുത്ത് കാണാൻ വേണ്ടിയിട്ട് ആ സ്റ്റോളിന്റെ അടുത്ത് പോയി നിന്നു. അപ്പോൾ അച്ഛൻ വിളിക്കുകയാണ് അവിടുന്ന്. കം ചൈൽഡ് കം കോൾഡ് ഹിസ് ഫാദർ. കേട്ടോ, വാ വാ മോനെ വാ, അവിടെ നിൽക്കല്ല. ഹി ഹറീഡ് ടു ഹിസ് പാരൻസ്. അപ്പോൾ അവൻ വേഗം അച്ഛൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി. ഐ വോണ്ട് ദാറ്റ് ടോയ്സ് ഹി പ്ലീഡഡ്. അങ്ങനെ അവൻ അച്ഛനോട് പറഞ്ഞു, എനിക്ക് ആ ടോയ് ഒന്ന് വാങ്ങി തരുമോ പ്ലീസ് അച്ഛാ പ്ലീസ്. ഈ പ്ലീഡഡ് എന്ന് പറഞ്ഞാൽ വളരെ കെഞ്ചി അപേക്ഷിക്കുക, പ്ലീസ് പ്ലീസ് എനിക്ക് വേണം അത്, ആ രീതിയിൽ. ഹിസ് ഫാദർ ലുക്ക്ഡ് അറ്റ് ഹിം റെഡ് ഐഡ്. അപ്പോൾ അച്ഛനൊരു നോട്ടം നോക്കി, വളരെ ശകാരിച്ചിട്ടുള്ളൊരു നോട്ടമാണത്. അതായത് ദേഷ്യത്തോടുകൂടെ, ഞാനിപ്പോൾ നിനക്കത് വാങ്ങിത്തരില്ല, ആ ഒരു പറയുന്നില്ല, പക്ഷെ നോട്ടം മാത്രമേ ഉള്ളൂ. അതാണ് റെഡ് ഐഡ് എന്ന് പറയുന്നത്. ദ ബോയ് വാക്ക്ഡ് അവേ സാഡ്ലി വിത്ത് ഹിസ് പാരൻസ്. അപ്പോൾ ഈ ലെസന്റെ രണ്ടാം ഭാഗം എ സ്വീറ്റ് സെല്ലർ, ഒരു മുട്ടായി വിൽപ്പനക്കാരൻ. ഓക്കെ, അപ്പോൾ ആ എക്സിബിഷനിൽ ഒരു മുട്ടായി വിൽക്കുന്ന കടയുടെ മുമ്പിൽ ഇവരെ എത്തിയെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അവിടെ കാണാം, ചിത്രത്തിൽ കാണാതെ. ഇനി അവിടെ എന്തൊക്കെയുള്ളത്? ഗുലാബ് ജാമുൻ, രസഗുല്ല, ബർഫി, ജിലേബി, ലഡു. യെൽഡ് എ ഹോക്കർ അറ്റ് ദ എൻട്രൻസ്. അപ്പോൾ ഇങ്ങനെ മുട്ടായികളൊക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളത് ഒരു കച്ചവടക്കാരൻ അങ്ങനെ വിളിച്ചു പറയുകയാണ് എൻട്രൻസിൽ. യെൽഡ് എന്ന് പറഞ്ഞാൽ ഒച്ചത്തിൽ വിളിക്കുക, ഹോക്കർ എന്ന് പറഞ്ഞാൽ കച്ചവടക്കാരൻ. ഹി കോൾഡ് ഔട്ട് അറ്റ് ദ പാസേഴ്സ് ബൈ. അങ്ങനെ അവിടെ കടന്നു പോകുന്നവരോടൊക്കെയാണ് ഇവൻ ഇത് വിളിച്ചു പറയുന്നത്. മെനി കളേർഡ് സ്വീറ്റ്സ് ഡെക്കറേറ്റഡ് വിത്ത് ലീവ്സ് ഓഫ് സിൽവർ ആൻഡ് ഗോൾഡ് വെർ സീൻ. അങ്ങനെ അനേക സ്വീറ്റ്സ് കളേർഡ് ആയിട്ട് പല പല കളറിലുണ്ട്. ഡെക്കറേറ്റഡ് വിത്ത് ലീവ്സ് ഓഫ് സിൽവർ ആൻഡ് ഗോൾഡ്. അപ്പം സിൽവറിൻ്റെയും ഗോൾഡിൻ്റെയും നിറത്തിലുള്ള ഇല പോലെയുള്ള ഒരു ഡിസൈനൊക്കെ വെച്ചിട്ടുള്ള സ്വീറ്റ്സ് ആണിത്. ദ ചൈൽഡ് സ്റ്റേഡ് ഓപ്പൺ ഐഡ് ആൻഡ് ഹിസ് മൗത്ത് വാട്ടേഡ്. ഈ കുട്ടിയാണെങ്കിൽ അങ്ങനെ കണ്ണ് തുറിച്ച് അത് നോക്കുകയാണ് അതിനെ സ്വീറ്റ്സിനൊക്കെ ഇഷ്ടത്തോടുകൂടെ. അവൻ്റെ വായിലൊക്കെ വെള്ളം വരാൻ തുടങ്ങി. ഹിസ് മൗത്ത് വാട്ടേഡ്. ലഡു വാസ് ഹിസ് ഫേവറേറ്റ് സ്വീറ്റ്. ലഡു ആണ് അതിൽ ഇവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വീറ്റ്. ഐ വോണ്ട് ദാറ്റ് ലഡു ഹി മർമേർഡ്. അപ്പോൾ ആ ലഡു എനിക്ക് വേണം എന്നുള്ളത് ഇവൻ ശബ്ദം കുറച്ച് പറഞ്ഞു. ഹി ന്യൂ ദാറ്റ് ഹിസ് പാരൻസ് വുഡ് സേ ഹി വാസ് ഗ്രീഡി. അവനറിയാം ഇപ്പം പാരൻസ് പറയും, ഓ ഇവൻ ഒരു പുതിയനാണല്ലോ. വിത്തൗട്ട് വെയിറ്റിംഗ് ഫോർ ആൻ ആൻസർ ഹി മൂവ്ഡ് ഓൺ. അപ്പോൾ ഒരു ഉത്തരം കിട്ടാൻ കാത്തുന്നില്ല. അപ്പോഴത്തേക്ക് തന്നെ അവൻ അങ്ങോട്ട് നടന്ന് നീങ്ങി. ഈ ലെസന്റെ മൂന്നാം ഭാഗമായ കളേഴ്സ് ഫാർ അവേ എന്ന ഭാഗത്തേക്ക് നമ്മളിപ്പോൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ കാണാം ഒരു പൂക്കട കാണാം അല്ലേ, പൂക്കൾ കച്ചവടം ചെയ്യുന്നൊരു കട കാണാം. ഒരു ബലൂണൊക്കെ ആയിട്ട് ഒരാൾ ബലൂൺ സെല്ലറിന് ഇവിടെ കാണാം. ആ കുട്ടി ആ ബലൂണൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ചിത്രം നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ നമുക്ക് വായിക്കാം. എ ഗാർലൻഡ് ഓഫ് ജാസ്മിൻ, എ ഗാർലൻഡ് ഓഫ് ജാസ്മിൻ, എ ഫ്ലവർ സെല്ലർ ഷൗട്ടഡ്. അപ്പം ഒരു മുല്ലമാല എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്ലവർ സെല്ലർ ഇങ്ങനെ ഒച്ചത്ത് വിളിച്ചു പറഞ്ഞു. ഐ വോണ്ട് ദാറ്റ് ഗാർലൻഡ് ദ ചൈൽഡ് മർമേർഡ്. ഇവിടെ ആ മാല എനിക്ക് വേണമെന്ന് ഈ ആൺകുട്ടി അവനോട് ചെറിയ ശബ്ദത്തിൽ പറഞ്ഞു. ബട്ട് വിത്തൗട്ട് വെയിറ്റിംഗ് ഫോർ എൻ ആൻസർ ഹി മൂവ്ഡ് ഓൺ. പക്ഷേ അച്ഛൻ്റെ അടുത്തൊരു ആൻസറൊന്നും വെയിറ്റ് ചെയ്തില്ല. അവനപ്പം തന്നെ നടന്ന് മുന്നോട്ട് നീങ്ങി.
എ മാൻ സ്റ്റുഡ് ഹോൾഡിംഗ് എ പോൾ വിത്ത് യെല്ലോ, ഗ്രീൻ, റെഡ് ആൻഡ് പേർപ്പിൾ ബലൂൺസ്. പിന്നെ അവിടെ കാണുന്നത് എന്താ? ഒരു ബലൂൺ കച്ചവടക്കാരനൊക്കെയാണ്. കുറേ ബലൂൺസ് ഒക്കെ ഒരു പോൾ, ഒരു വടിയുമ്മിൽ കുത്തിപ്പിടിച്ചിട്ട് എല്ലാം കുറേ ബലൂൺസ് ഉണ്ട്. അതിൽ യെല്ലോ, ഗ്രീൻ, റെഡ് ആൻഡ് പേർപ്പിൾ കളേഴ്സ് ഒക്കെ ഉണ്ട്. ദ ചൈൽഡ് സ്റ്റുഡ് ദേർ വാച്ചിങ് ദ ബലൂൺസ്. അങ്ങനെ ആ കുട്ടി അവിടെ നിന്നിട്ട് ആ ബലൂണൊക്കെ നോക്കുകയാണ്. ഹി വിഷ് ടു ഹാവ് ദം ഓൾ. അവൻ അതെല്ലാം വേണം എന്നുള്ളൊരു ആഗ്രഹമായി. ബട്ട് ഹി ന്യൂ ദാറ്റ് ഹിസ് പാരൻസ് വുഡ് നെവർ ബൈ ഹിം ദ ബലൂൺസ്. പക്ഷെ അവനറിയാം അവൻ്റെ പാരൻസ് അവന് ഈ ബലൂണൊന്നും വാങ്ങിക്കൊടുക്കത്തില്ല. ദേ വുഡ് സേ ഹി വാസ് ടു ഓൾഡ് ടു പ്ലേ വിത്ത് സച്ച് തിങ്സ്. അപ്പോൾ അവരെന്ത് പറയും? ഓ, നീ അങ്ങ് വലുതായി പോയടാ, നിനക്ക് ഈ ബലൂണൊക്കെ കളിക്കേണ്ട പ്രായമല്ല കേട്ടോ എന്ന് പറയുന്നു. മനസ്സിലായതുകൊണ്ട്, അല്ല അവൻ അറിയാവുന്നത് കൊണ്ട് ഹി വാക്ക്ഡ് ഓൺ. ഓക്കെ, അവനങ്ങനെ നടന്ന് നീങ്ങി. ക്രൈസ് അൺഹേർഡ് എന്ന് പറഞ്ഞ 4ാമത്തെ ഭാഗത്തിലേക്കാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് വായിച്ചു നോക്കാം. സഡൻലി ഹി ഹേർഡ് എ ക്രീക്കിംഗ് സൗണ്ട് നിയർ ബൈ. പെട്ടെന്നാണ് ആ പയ്യൻ അവിടെ ഒരു ജാതി ക്രീക്കിംഗ് സൗണ്ട്, അതായത് ഒരു ഇരുമ്പും തമ്മിലൊക്കെ ഒരേന്ന ഒരു മാതിരി സൗണ്ട് കേട്ടു. ചിൽഡ്രൻ വേർ റോറിംഗ് വിത്ത് ലാഫ്റ്റർ. കുട്ടികളൊക്കെ അങ്ങനെ വളരെ ശബ്ദത്തിൽ ചിരിക്കുന്നു, അട്ടഹസിക്കുന്നു. ഹി റാൻ ടു ദാറ്റ് പ്ലേസ്. അപ്പോൾ ആ സ്ഥലം നോക്കി അവൻ ഓടി. Men, women and children were riding on a giant wheel in a whirling motion. അപ്പോൾ അവൻ അവിടെ എന്താ കണ്ടത്? ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളൊക്കെ വലിയൊരു ജയന്റ് വീൽ അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഐ വോണ്ട് ടു ഗോ ഓൺ ദാറ്റ് ജയന്റ് വീൽ പ്ലീസ് ഫാദർ, മദർ. അപ്പോൾ എനിക്കും അതിൽ കയറണം, എനിക്കും അതിൽ യാത്ര ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അച്ഛ, അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഉച്ചത്തിൽ ചോദിച്ചു. ദ ചൈൽഡ് പ്ലീഡഡ് ഏർണസ്റ്റ്ലി. വളരെ ആത്മാർത്ഥയോടുകൂടെ, വളരെ ഇഷ്ടത്തോടുകൂടെ അവൻ കെഞ്ചി ചോദിച്ചു. There was no reply. അപ്പം അവന് ഉത്തരവൊന്നും കിട്ടിയില്ല. He turned to look at his parents. അപ്പോൾ അവന് അച്ഛനമ്മനെ കാണാനായിട്ട് എന്താ ഉത്തരവൊന്നും വരാത്തത്, അച്ഛനൊന്നും മിണ്ടാത്തത് എന്നതിൽ അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ they were not there. അവരവിടെ ഉണ്ടായിരുന്നില്ല. He looked at both sides. അവൻ 2 വശത്തേക്ക് നോക്കി. He could not find them. അവൻ കണ്ടില്ല. He looked around. അവൻ ചുറ്റും നോക്കി. There were no sign of them. അപ്പോഴും ആ കുട്ടി അവൻ്റെ അച്ഛനും അമ്മേനെയും ആ പരിസരത്തെങ്ങും കണ്ടില്ല. 5ാമത്തെ ഭാഗം എ സോബ്. ഫാദർ, മദർ, ഹി കോൾഡ് അലൗഡ്. അച്ഛൻ അമ്മേനെ വളരെ ഉറക്ക വിളിച്ചുകൊണ്ട് ഹി ബിഗാൻ ടു ക്രൈ ഇൻ റിയൽ ഫിയർ. യഥാർത്ഥമായി പേടിച്ചു പോയി അവൻ. അപ്പോൾ ആ ഉറക്ക കരയാണ്. ടിയേഴ്സ് റോൾ ഡൗൺ ഫ്രം ഹിസ് ഐസ്. അങ്ങനെ വളരെയധികം കണ്ണുനീര് ഒഴുകാൻ തുടങ്ങി കരഞ്ഞിട്ട്. ഹി റാൻ ഹിദർ ആൻഡ് തിദർ ഇൻ ഓൾ ഡയറക്ഷൻസ്. അവൻ എല്ലാ ഡയറക്ഷൻസിലും വളരെ വിഷമിച്ച് ഓടാൻ തുടങ്ങി. ഹി ഡിഡ്ന്റ് നോ വേർ ടു ഗോ. അവൻ എവിടെ പോകണമെന്ന് അറിയാതായി. മദർ, ഫാദർ, ഹി ക്രൈഡ്. ഹി റാൻ ത്രൂ ദ ക്രൗഡ് കോളിംഗ് ഔട്ട് ഫാദർ, മദർ. അപ്പോൾ വീണ്ടും അവൻ എന്താ ചെയ്യുന്നത്? ആ കൂട്ടം, അവിടെയുള്ള ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്, അച്ഛനും അമ്മേനെയൊക്കെ വിളിച്ചുകൊണ്ട്. അപ്പോൾ അതാണ് ഇവിടെ ഈ സോവിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ ഹെൽപ്പിംഗ് ഹാൻഡ് അവിടെ 6ാമത്തെ ഭാഗമാണിത്, ലാസ്റ്റ് ഭാഗം. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? എ മാൻ ഇൻ ദ ക്രൗഡ് ഹേർഡ് ഹിസ് ക്രൈ. He lifted him up in his arms. How did you get here, child? Whose child are you? The man asked. അപ്പോൾ എന്ത് പറ്റി? ഇവനിങ്ങനെ ഓടി നടക്കുമ്പോൾ ഒരാൾ ഇവനെ കണ്ടു. അയാൾ ഇവനെ എടുത്തു. എന്നിട്ട് ഇവനോട് ചോദിച്ചു, നീ ആരുടെ കുട്ടിയാണ്? നീ എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു എന്നൊക്കെ ചോദിച്ചു. The child wept bitterly. I want to see my mother. I want to see my father. The man took him to the merry-go-round to soothe him. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ഈ കുട്ടി ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി. എന്ത് ചോദിച്ചിട്ട് പറയുന്നില്ല. പറയുന്ന ആകെ ഒരു കാര്യം, ഐ വോണ്ട് ടു സീ മൈ മദർ, ഐ വോണ്ട് ടു സീ മൈ ഫാദർ. അച്ഛനെ കാണണം, അമ്മയെ കാണണം. അങ്ങനെ ഈ മനുഷ്യൻ എന്ത് ചെയ്തു? ഇവനെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് മെറി ഗോ റൗണ്ടിൽ കൊണ്ടുപോയിട്ട് എന്ത് ചോദിച്ചു? വുഡ് യു ലൈക്ക് ടു ഗോ ഫോർ എ റൈഡ്? ഹി ആസ്ക്ഡ് ജെന്റ്ലി. അങ്ങനെ വളരെ നല്ല രീതിയിൽ സമാധാനത്തോടുകൂടെ നിനക്ക് ഇതിലൊരു റൈഡ് പോകണോ എന്ന് ചോദിച്ചു. ദ ചൈൽഡ് സോഫ്റ്റ് മോർ ബിറ്റർലി. അപ്പോൾ അവൻ കൂടുതലും കരഞ്ഞു. വീണ്ടും നല്ലോണം കരഞ്ഞിട്ട് എന്ത് പറഞ്ഞു? ഐ വോണ്ട് മൈ മദർ, ഐ വോണ്ട് മൈ ഫാദർ. എനിക്ക് എൻ്റെ അമ്മേനെ വേണം, അച്ഛനെ വേണം. അപ്പോൾ പിന്നീട് ഈ മനുഷ്യൻ എന്ത് ചെയ്തു? ദ മാൻ ടുക്ക് ഹിം നിയർ ദ ബലൂൺ മാൻ. അങ്ങനെ ഈ ബലൂൺ കച്ചവടക്കാരൻ്റെ അടുത്തേക്ക് ഇവനെ കൊണ്ടുപോയി. വുഡ് യു ലൈക്ക് ദ റെയിൻബോ കളേർഡ് ബലൂൺ? ഹി ആസ്ക്ഡ്. അപ്പോൾ നിനക്ക് ഈ റെയിൻബോ കളർ ആയിട്ടുള്ള ബലൂൺ നിനക്ക് വേണോ എന്ന് ചോദിച്ചപ്പോൾ ദ ചൈൽഡ് ടേൺഡ് ഹിസ് ഐസ് ഫ്രം ദ ഫ്ലൈയിങ് ബലൂൺസ് ആൻഡ് കണ്ടിന്യൂ സോബിങ്. അപ്പോൾ എന്ത് വെച്ച് ഈ കുട്ടി ആ ബലൂണിൽ നിന്ന് കണ്ണ് തിരിച്ചളഞ്ഞ്, തല തിരിച്ചളഞ്ഞിട്ട് പറഞ്ഞ്,
വീണ്ടും കരയാൻ തുടങ്ങി. എന്നിട്ട് എന്ത് പറഞ്ഞു? ഐ വോണ്ട് മൈ മദർ, ഐ വോണ്ട് മൈ ഫാദർ. അങ്ങനെ തന്നെ പറയുന്നുള്ളൂ, എനിക്ക് എൻ്റെ അമ്മേനെ എടുത്ത് പോകണം, എനിക്ക് എൻ്റെ അച്ഛനെ വേണം. ദ മാൻ ടുക്ക് ഹിം ടു ദ ഫ്ലവർ സെല്ലർ. അപ്പോൾ അങ്ങനെ പൂക്കച്ചവടക്കാരൻ്റെ അടുത്ത് കൊണ്ടുപോയി. ലുക്ക് ചൈൽഡ്, സ്മെൽ ദോസ് നൈസ് ഫ്ലവേഴ്സ്, വുഡ് യു ലൈക്ക് എ ജാസ്മിൻ ഗാർലൻഡ്? അപ്പോൾ ഈ മനുഷ്യൻ ചോദിച്ചു, നോക്ക് കുട്ടി, ആ നല്ല സ്മെല്ലുള്ള ഫ്ലവേഴ്സാണ് ഇത്, മുല്ലപ്പൂവിൻ്റെ മാലയുണ്ട്, അത് നിനക്ക് വേണോ? അവിടുന്ന് വീണ്ടും ദ ചൈൽഡ് ടേൺഡ് ഹിസ് ഫേസ് ആൻഡ് കണ്ടിന്യൂഡ് ക്രൈങ്. വീണ്ടും ആ മുഖം തിരിച്ച് അവൻ കരയാൻ തുടങ്ങി. എന്നിട്ട് പറയുന്നത് തന്നെ, ഐ വോണ്ട് മൈ മദർ, ഐ വോണ്ട് മൈ ഫാദർ. ഇത് പറഞ്ഞിട്ട് തന്നെ കരച്ചത്. ദ മാൻ ടുക്ക് ഹിം ടു ദ സ്വീറ്റ് ഷോപ്പ്. അവിടുന്ന് സ്വീറ്റ് ഷോപ്പിൽ അവിടെ പോയി. എന്നിട്ട് വാട്ട് സ്വീറ്റ് വുഡ് യു ലൈക്ക് ചൈൽഡ് ഹി ആസ്ക്ഡ്. അപ്പോൾ നിനക്ക് ഇനി എന്ത് സ്വീറ്റാണ് ആവശ്യം ഇവിടുന്ന് ചോദിച്ചു. ദ ചൈൽഡ് ടേൺ ഹിസ് ഫേസ് എവേ ഫ്രം സ്വീറ്റ് ഷോപ്പ് ആൻഡ് സോബ്ഡ്. അവിടുന്നും ആ സ്വീറ്റ് ഷോപ്പിൻ്റെ അവിടുന്ന് അവൻ തല തിരിച്ചു കളഞ്ഞിട്ട് അവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്ക് എൻ്റെ അമ്മേൻ്റെ അടുത്ത് പോകണം, എനിക്ക് അച്ഛനെ വേണം, ഇങ്ങനെ പറഞ്ഞിട്ട് കരയാൻ തുടങ്ങി. അപ്പോൾ ഇത് ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നിട്ടുണ്ടാവണം. അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ ശേഷം അച്ഛനും അമ്മേനെയും കണ്ടുപിടിച്ചിട്ട് എക്സിബിഷൻ ഗ്രൗണ്ടിൽ ഒരു അനൗൺസ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് കണ്ടുപിടിച്ച് തിരികെ കൊടുത്തു കാണും എന്നൊക്കെ നമുക്ക് കരുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ ലെസൺ അവസാനിക്കുകയാണ്. ഈ ലെസൻ്റെ എക്സ്പ്ലനേഷൻ ഇവിടെ അവസാനിച്ചു. ഇത് നിങ്ങൾക്ക് നല്ലോണം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് കേട്ട് പഠിച്ച് നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യാം. ഓക്കെ, ദ ലോസ്റ്റ് ചൈൽഡ് എന്ന ഈ പാഠം ഇവിടെ അവസാനിച്ചു. എൻ്റെ എക്സ്പ്ലനേഷൻസ് ഒക്കെ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇത് നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. അടുത്ത ലെസൺ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ടിൽ ദെൻ, ഗുഡ് ബൈ ആൻഡ് ഓൾ ദ ബെസ്റ്റ്.